പാലക്കാട് ചങ്ങിലേരിയിൽ നിപ്പ ബാധിച്ചു മരിച്ച വ്യക്തിയുടെ മകനും രോഗം സ്ഥിരീകരിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് നിപ്പ പോസിറ്റീവായത്. മരിച്ച വ്യക്തിയോടൊപ്പം ആശുപത്രിയിൽ ഉണ്ടായിരുന്ന 32-കാരനായ മകനാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ആശങ്കയേറുകയാണോ? തീർച്ചയായിട്ടും പാലക്കാട് മൂന്നാമതൊരാൾക്ക് കൂടി നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നു. ആദ്യം 38-കാരിക്കായിരുന്നു രോഗം സ്ഥിരീകരിച്ചത്. അവർ ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. പക്ഷേ അവരുമായിട്ട് യാതൊരു തരത്തിലും കോണ്ടാക്റ്റ് ഇല്ലാത്ത മറ്റൊരു വ്യക്തിക്കായിരുന്നു കഴിഞ്ഞ 6-ാം തീയതി നിപ്പ സ്ഥിരീകരിച്ചത്. 57-കാരനായ വ്യക്തിക്കായിരുന്നു നിപ്പ സ്ഥിരീകരിച്ചത്. ചങ്ങലേരി സ്വദേശിയായിരുന്നു അദ്ദേഹം ഈ നിപ്പയെ തുടർന്ന് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി, ഏകദേശം 4 ആശുപത്രികളിൽ ചികിത്സ തേടി. തുടർന്നാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ 12-ാം തീയതി മരിച്ചത്. ആ മരണസമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ രോഗലക്ഷണങ്ങളൊക്കെ നിപ്പയാണോ എന്നൊരു സംശയം ആശുപത്രി അധികൃതർക്ക് ഉണ്ടാവുകയും തുടർന്ന് സ്രവം പരിശോധിച്ചപ്പോഴാണ് നിപ്പ തന്നെയാണെന്നുള്ള കാര്യം ഉറപ്പിച്ചത്. ഏതായാലും ആ വ്യക്തിയുടെ ക്ലോസ് കോണ്ടാക്റ്റിലുള്ള അദ്ദേഹത്തിൻ്റെ മകൻ, ആശുപത്രിയിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന മകനാണ് ഇപ്പോൾ മറ്റൊരാൾക്ക് കൂടിയായിട്ട് ഈ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സ്രവം പരിശോധിച്ചപ്പോഴാണ് ഈ 32-കാരനിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇനി ഈ വ്യക്തിയുടെ സ്രവം പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൂടെ അയച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ള ഫലം കൂടി വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഒരാൾക്ക് കൂടി നിപ്പ സ്ഥിരീകരിച്ചതോടുകൂടെ ആശങ്ക വർദ്ധിക്കുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഉള്ളത്. മാത്രമല്ല, ഈ വ്യക്തിയുടെ ഇനിയിപ്പോൾ റൂട്ട് മാപ്പ് ഉൾപ്പെടെ ഇദ്ദേഹം എവിടെയൊക്കെ പോയിരുന്നു, ആരുമായിട്ടൊക്കെ ഈ രോഗം സ്ഥിരീകരിച്ച രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചപ്പോൾ മുതൽ ആരുമായിട്ടൊക്കെ സമ്പർക്കം പുലർത്തിയിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് മനസ്സിലാവുന്ന അനുസരിച്ച് ഈ നേരത്തെ 57-കാരനിൽ രോഗം സ്ഥിരീകരിച്ചപ്പോൾ തന്നെ ഈ മകനെ ഉൾപ്പെടെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് ലിസ്റ്റിൽ കൂടുതൽ ആളുകൾ, ഈ രോഗം സ്ഥിരീകരിച്ചതിന് ശേഷം കോൺടാക്ട് ലിസ്റ്റിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവാനുള്ള സാധ്യത താരതമ്യേന കുറവാണ് എന്നുള്ളതാണ്. ഏതായാലും അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം ഉടൻ തന്നെ ഉണ്ടാവുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്.